4,500 രൂപ കിലോക്ക് വില വരുന്ന മീനാണ്. തള്ളാന്ന് വിചാരിക്കേണ്ട, കേൾക്കുമ്പോൾ നമുക്ക് സുഖം കിട്ടില്ല. കണ്ട നമ്മളെ വട്ടമത്തി പോലെ ഉണ്ടാവും. വട്ടമത്തില്ല. ഞാൻ ഈ മീനിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് 4 മിനിറ്റുള്ള വീഡിയോയിൽ 2 മിനിറ്റ് നിങ്ങൾ ഫുള്ള് കണ്ടായിരിക്കും ഇതിനെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളൂ. അതായത് ഈ ഒരു മീന് 3 സ്ഥലങ്ങളിൽ വരുന്നുണ്ട്, 3-4 സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൊൽക്കത്ത, ഗുജറാത്ത്, പിന്നെ ആന്ധ്ര, ഈ ഒരു 3 സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഇന്ത്യയുടെ പുറത്തുനിന്ന് അധികം വരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഫ്ലൈറ്റിൽ കയറി തന്നെയാണ് ഈ ഒരു മീൻ വരുന്നത്. വട്ടമത്തി എന്ന് വിചാരിക്കും, വട്ടമത്തിയല്ല. വട്ടമത്തിയാണ് ഈ ഒരു മീനിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. വട്ടമത്തി എത്രത്തോളം വലുതാവുന്നുള്ള നമുക്ക് ഏറെക്കുറെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. വട്ടമത്തി അധികം വലുതാവാറില്ല. സാധാരണ മത്തിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ വട്ടമത്തി. കിട്ടുമ്പോൾ തന്നെ അത് വൾച്ചറാണ് മീൻ എടുക്കുന്ന ആളുകളത്. കാരണം ഒരു വികാരമില്ലാത്ത മീനാണ് വട്ടമത്തി. ഈ ഒരു മീനിൻ്റെ സൈസ് വരുന്നത് 1.5 കിലോ ആണ്. ഈ ഒരു മീനിൻ്റെ സൈസ് വരുന്നത് 1.5 കിലോ സൈസ് വരുന്ന മീനിന് ചില സമയങ്ങളിൽ 4,500 രൂപ വില ഉണ്ടാവാറില്ല. ചില സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരൊരു പൂജ സമയം വരുന്നുണ്ട്, ദുർഗാ പൂജ എന്ന് പറഞ്ഞ സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മീനാണെന്നുണ്ടെങ്കിൽ 4,500 രൂപക്കൊക്കെ ഈ ഒരു മീൻ വെക്കാറുണ്ട്. എന്നാലും നമുക്ക് മീൻ നമുക്ക് വാങ്ങുമ്പോൾ ഭയങ്കര ഡിമാൻഡ് തന്നെയായിരിക്കും. നമുക്ക് മീൻ കിട്ടാനില്ലാത്ത സമയം തന്നെയാണ് ആ സമയത്ത്. നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെയാണ് നല്ല വില ഉണ്ടാവാറുള്ളത്. സാധാരണ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരു മീനാണെന്നുണ്ടെങ്കിൽ 2,500-3,000 രൂപയ്ക്ക് ഉണ്ടാവാറുണ്ട് വില. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു മീനാണെന്നുണ്ടെങ്കിൽ, കൊൽക്കത്തയിൽ നിന്ന് കിട്ടുന്ന മീനാണെന്നുണ്ടെങ്കിൽ 1 കിലോൻ്റെ മുകളിൽ വരുന്ന മീനാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയ്ക്ക് ഉണ്ടാവാറുണ്ട്. 1,500 രൂപ സാധാരണ ഒരു വില ഉണ്ടാവാറുള്ളത്. ഗുജറാത്തിൽ നിന്ന് ഒരു 1/2 കിലോ സൈസുള്ള മീനെ കിട്ടാറുണ്ട്. അതിന് 800 രൂപയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇന്ത്യൻ്റെ പുറത്ത് പ്രവാസികൾക്ക് ഈ ഒരു മീനെ പറ്റി ചിലപ്പോൾ ശരിക്കും അറിയാൻ പറ്റും. അതായത് ഈ ഒരു മീൻ ഏറ്റവും കൂടുതൽ വാങ്ങി കഴിക്കുന്നത് ബംഗാളികളാണ്. ബംഗാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അന്തമിടാൻ നിൽക്കേണ്ട, ബംഗാളികളാണ് നമ്മൾ ചിന്തിക്കാൻ നിൽക്കേണ്ട. ബംഗാളികളിലും 2 തരം ബംഗാളികൾ വരുന്നുണ്ട്. എൻ്റെയും ആദ്യത്തെ ഒരു ഡൗട്ടായിരുന്നത് ബംഗാളികളെല്ലാവരും കഞ്ഞികളെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ബംഗാളികളെല്ലാവരും കഞ്ഞികളായിരിക്കും, ചീഞ്ഞ സ്വഭാവം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളായിരുന്നേന്. പക്ഷേ ഞാനിവിടെ ബാംഗ്ലൂർ വന്നപ്പോൾ ഇതിൻ്റെ ഡൗട്ടൊക്കെ മാറിയിട്ടുള്ളത്. പ്രവാസികൾക്കും ഏറെക്കുറെ ഡൗട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം പ്രവാസികൾ അധികം കാണുന്നുള്ള ബംഗാളികൾ ബംഗ്ലാദേശിലുള്ള ബംഗാളികളാണ്. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ 1 രൂപ ചിലവാക്കുന്നിടത്ത് അവർ നോക്കി കണ്ടിട്ട് അവർ ചിലവാക്കുള്ളൂ. കഞ്ഞികളാണ് അവർ. അത്രയും നല്ല, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. എന്നാലും കഞ്ഞികൾ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം 1 രൂപ ചിലവാക്കാൻ ഭയങ്കര മടിയുള്ള ആളുകളുടെ കഞ്ഞികൾ നമ്മൾ അവർ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു മീൻ വാങ്ങി കഴിക്കുന്ന ആളുകൾ ഇന്ത്യയിലുള്ള കൊൽക്കത്തക്കാരാണ് ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങി കഴിക്കുന്നത്. ബംഗ്ലാദേശിലും ഈ ഒരു മീനിന് വില ഉണ്ടാവാറുണ്ട്. എന്നാലും അവർ വാങ്ങി കഴിക്കാറുണ്ട്. എത്ര കഞ്ഞി ബംഗാളികളായാലും ബംഗ്ലാദേശികളായാലും അവർ ഈ വില കൊടുത്ത് വാങ്ങി കഴിക്കാറുണ്ട്. ഇനി ഇന്ത്യയിൽ വരുന്ന ബംഗാളി വരുന്ന 2 തരം ബംഗാളികൾ വരുന്നുണ്ട്. അതായത് നമ്മളെ കൊൽക്കത്ത ബംഗാളിൽ ഉള്ള ഏരിയയിലുള്ള, അതായത് വില്ലേജ് ഏരിയയിൽ താമസിക്കുന്ന ബംഗാളികളുണ്ട്. പിന്നെ ടൗൺ ഏരിയയിൽ താമസിക്കുന്ന കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. ബാംഗ്ലൂരൊക്കെ മെയിൻ IT കമ്പനിയിലൊക്കെ നല്ല ബംഗാളികൾ, IT യിലൊക്കെ മെയിൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നല്ല ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ബാംഗ്ലൂർ. നമ്മൾ വിചാരിക്കുന്ന ബംഗാളികളെ കണ്ടത് പ്രവാസികൾക്കും അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന ബംഗാളികൾ ഒരു വിവരമില്ലാത്ത ബംഗാളികൾ, അങ്ങനെയല്ല, നല്ല വിവരമുള്ള ബംഗാളികളുണ്ട്. ഒരു നല്ല സാലറി വാങ്ങുന്ന ബംഗാളികളുണ്ട്. അവർക്കൊന്നും ഈ ഒരു മീനിൻ്റെ വില ഒന്നും അവർക്കൊരു വിലയല്ല. 4,000 ഒന്നും അവർക്കൊരു വിലയല്ല. എത്ര വില കൊടുത്തിട്ടും അവർ ഈ ഒരു മീൻ അവർ വാങ്ങി കഴിക്കും. അവർ കാരണം അവരെ ഒരു ആഗ്രഹമാണ് ഒരു മീൻ വാങ്ങി കഴിക്കുന്നത്. ഇനി എത്ര, അതായത് ഏറ്റവും കുറഞ്ഞ പൈസക്ക് പണിയെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും അവരും ഈ ഒരു മീൻ വാങ്ങി കഴിക്കാറുണ്ട്. കാരണം അവരുടെ ഒരു ഡ്രീമാണ് ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം ഒരു മീൻ വാങ്ങി കഴിക്കുക എന്നുള്ളത്. കാരണം ഇത്രയും വില കൊടുത്ത് അവർ വാങ്ങി കഴിക്കുന്നത് അവർ ദുർഗാപൂജ ഒരു പൂജ സമയത്താണ് അവർ ഇത്ര വില കൊടുത്ത് വാങ്ങി കഴിക്കാറുള്ളത്. മീനകത്ത് ഫുള്ള് മുള്ളാണ്. മീനകത്ത് നല്ല ടേസ്റ്റുമാണ്, നല്ല വിലയാണ്. അതായത് മുള്ള് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു മീനെ കഴിക്കാൻ തോന്നില്ല. പക്ഷേ നമ്മൾ മീനിന് ഒരു തവണ നമ്മൾ കഴിച്ച് മീനൊക്കെ നമ്മൾ വായക്ക് നമ്മൾ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മീൻ നമ്മൾ പിന്നെ മറക്കില്ല. അതേപോലെ തന്നെ പൈസൻ്റെ കാര്യം, പൈസ ആലോചിക്കുമ്പോൾ വാങ്ങി കഴിക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. പക്ഷേ നമുക്ക് ടേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മളത് മറക്കില്ല. ഈ ഒരു മീൻ ഒരുപാട് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. അതായത് omega-3 എല്ലാം ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടാൻ പറ്റും നമുക്ക്. അപ്പം പറഞ്ഞ എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ബംഗാളികളും ബംഗ്ലാദേശികളും ഒരേ ക്യാരക്ടറാണെന്നുള്ളത്. അങ്ങനെയല്ല. നമ്മളെ ഇന്ത്യയിൽ വരുന്ന ബംഗാളികളുണ്ട്, അതിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ബംഗാളികളുടെ സൂപ്പർ ക്യാരക്ടറാണ്. എത്ര പൈസ കൊടുത്തവർ എന്ത് ഈ ഒരു മീൻ അവർ വാങ്ങി കഴിക്കും. അവർക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. അവർക്ക് മറ്റുള്ളവരെ മുമ്പ് ഒരു മീൻ വാങ്ങിക്കൊണ്ടുവന്നത് അവർക്ക് ഭയങ്കര ഒരു ഗമാണ്. അവർക്ക് അത്രയും അവരൊരു സ്പെഷ്യൽ ഫിഷാണ്, അവരുടെ ട്രഡീഷണൽ ഫിഷാണത്. എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് നമ്മളെ കേരള പിറവിക്ക് വരുന്നത് നമ്മൾ വാങ്ങി കഴിക്കില്ല. നല്ലതൊക്കെ വാങ്ങി കഴിക്കുന്നത് നമ്മൾ വാങ്ങി കഴിക്കാറില്ല. ഇന്ത്യക്കാർ അങ്ങനെയാണ്. അവരെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ അവർ ഒരു മീൻ എന്തെങ്കിലും ഒരു മുമ്പിൽ വെക്കാറുള്ളവർ. നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. നമ്മുടെ ഷോപ്പ് വരുന്നത് ബാംഗ്ലൂരാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് ബാംഗ്ലൂരാണ് വരുന്നത്. ബാംഗ്ലൂർ കൂടിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഡെലിവറി ഉണ്ട് 7902411905. ഇത്ര നേരം എൻ്റെ വോയിസ് കേട്ടതിന് നന്ദി.
നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഹോം ഡെലിവറി അവൈലബിൾ ഉണ്ട്. ഒന്നുകൂടെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ പറയാം 7902411105. കേരള ഫിഷും എല്ലാം ഇവിടുത്തെ അവൈലബിൾ ഉണ്ട്. അയല, മത്തി എല്ലാം ഇവിടുത്തെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.